പതിയെ തുറന്നു നോക്കൂ. വേരറുത്തകലുന്ന വേളയിൽ പിടയുന്ന നോവിൻ്റെ വേവൊന്നു കൊണ്ടു നോക്കൂ. നോവിൻ്റെ വേവൊന്നു കൊണ്ടു നോക്കൂ. പൂച്ചെപ്പിനുള്ളിലെ സങ്കട പെരുമഴ കണ്ട കണ്ണൊക്കെ കരഞ്ഞു വറ്റി. വഴി പിരിഞ്ഞകലവെ പിരിയുന്ന ബന്ധുര ചിന്തയെ നോക്കിയ പൂവിതുമ്പി. ചിന്തയെ നോക്കിയ പൂവിതുമ്പി. മായ ടീച്ചർ പടിയിറങ്ങുകയാണ്. അധ്യാപക ലോകത്തിന് എന്നും മാതൃകയായ മായ ടീച്ചർ പടിയിറങ്ങുമ്പോൾ ഒരു യാത്രാമൊഴി പോലെ, സ്നേഹസമ്മാനം പോലെ ഇതാ ഞങ്ങൾ അർപ്പിക്കുന്നു. സ്നേഹപൂർവം മായ ടീച്ചർക്ക്. കിഴക്ക് ഭാഗത്ത് പശ്ചിമഘട്ട മലനിരകളും പടിഞ്ഞാറ് അറബിക്കടലും അതിർത്തി പങ്കിടുന്ന കാസർഗോഡ് ജില്ലയിലെ ഉദിനൂർ തടിയൻ കോവലിൽ 1970 ജൂൺ 1 ജനനം. തികഞ്ഞ ഗാന്ധിയനും ജനാധിപത്യ പ്രസ്ഥാന പ്രവർത്തകനുമായ കോളേൽ വീട്ടിൽ കരുണാകരൻ്റെയും കപ്പുവീട്ടിൽ മീനാക്ഷിയുടെയും 3 മക്കളിൽ രണ്ടാമത്തെ പുത്രിയാണ് മായ ടീച്ചർ. ഒരു സഹോദരനും ഒരു സഹോദരിയുമാണ് ടീച്ചർക്കുള്ളത്. LIC ജീവനക്കാരനായ രമേശനാണ് ടീച്ചറുടെ ഭർത്താവ്. 2 ആൺകുട്ടികളാണ് ടീച്ചർക്കുള്ളത്, രോഹിത്തും രാഹുലും. കൊയിനാച്ചി ഡെന്റൽ കോളേജിലെ MBBS ഡെന്റൽ ഡോക്ടറാണ് രാഹുൽ. ഭാര്യയും അവിടെ തന്നെ ജോലി നോക്കുന്നു. ഇവർക്ക് ഒരു മകനുമുണ്ട്. ബൈജൂസിൽ ജോലി നോക്കിയ MBA ബിരുദധാരിയായ രോഹിത്ത് ഇപ്പോൾ കേന്ദ്ര സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിയായി ഗവേഷണം ചെയ്യുന്നു. അച്ഛൻ്റെ ഗാന്ധിയൻ ശൈലിയും ജീവിത രീതിയും എല്ലാ മക്കളും മാതൃകയാക്കിയിരുന്നു. തീർച്ചയായും ടീച്ചറുടെ ജീവിതവും ലാളിത്യമേറിയതായിരുന്നു. ഇല്ലായ്മയിലും വല്ലായ്മയിലും സദാ പുഞ്ചിരി തൂകുന്ന വീട്ടിലാണ് ടീച്ചർ വളർന്നത്. മഴത്തുള്ളി പോലെ എപ്പോഴും പെയ്യുന്ന കൂട്ടുകാർ, ശരശരം മഴ, മതിൽക്കെട്ടിൻ വിള്ളലുകളിലെ വെള്ളത്തണ്ടുകൾ, നിറഞ്ഞു വേവുന്ന വെയിലും ആകാശവും, സ്കൂളിലേക്കുള്ള ഓട്ടം, വാസന മാറാത്ത പുസ്തകം, മനഃപ്പാടമാക്കുന്ന കവിതകൾ, ക്ലാസ്സിന് പുറത്ത് കാത്തു നിൽക്കുന്ന കൂട്ടുകാരെ കാണുമ്പോഴുള്ള വിസ്മയം. ഒന്ന് മുതൽ 4 വരെ ALPS തടിയൻ കോവൽ സ്കൂളിലാണ് ടീച്ചർ പഠിച്ചത്. 5 മുതൽ 7 വരെ സെൻട്രൽ AUPS ഉദിനൂരിലും 8 മുതൽ 10 വരെ സെൻറ് മേരി ഗേൾസ് സ്കൂൾ പയ്യന്നൂരിലും പഠനം തുടർന്നു. SSLCക്ക് സ്കൂളിലെ ടോപ്പ് സ്കോററായിരുന്നു മായ ടീച്ചർ. PDCയും ഫിസിക്സിൽ ബിരുദവും കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലായിരുന്നു. പിന്നീട് പടന്നക്കാട് SNTTIയിൽ നിന്നും TTC പൂർത്തീകരിച്ചു. ഓരോ കാലവും കുപ്പിവളകളുടെ കിലുക്കം പോലെയാണ്. ഓരോ കിലുക്കവും
ഒന്നോടൊന്ന് വെവ്വേറെയും. LPS ഉദിനൂർ സൗത്ത് ഇസ്ലാമിക് സ്കൂളിലാണ് മായ ടീച്ചർ തൻ്റെ അധ്യാപനം ആരംഭിക്കുന്നത്. 2005 മാർച്ച് 15 GLPS കമ്പാറിൽ LP ടീച്ചറായി PSC നിയമനം ലഭിച്ചു. 2011 ജൂൺ 4 GVHSS കുനിയയിലേക്ക് സ്ഥലം മാറ്റം നേടിയ മായ ടീച്ചർ 2023 ജൂൺ 9 വരെ അവിടെ തുടർന്നു. പിന്നീട് GMUPS പള്ളിക്കരയിൽ 2023 ഒക്ടോബർ 19 വരെ സേവനമനുഷ്ഠിച്ചു. 2023 ഒക്ടോബർ 19 നമ്മുടെ GFHS മരക്കാപ്പ് കടപ്പുറമിലും ടീച്ചറെത്തി. ഓരോ പുലരിയിലും പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ തേടുന്ന വിദ്യാർത്ഥികൾക്ക് രസകരമായ പഠന പ്രക്രിയയിലൂടെ വിജ്ഞാനം പകർന്നു നൽകുന്നവർ. പ്രിയപ്പെട്ടവരോടെന്നും പുഞ്ചിരിച്ചു തുടങ്ങുന്ന കണ്ടുമുട്ടലുകൾ. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലെ പഠനം മനുഷ്യരെ തിരിച്ചറിയുന്ന, സ്നേഹവാത്സല്യങ്ങൾ ചൊരിയുന്ന മായ ടീച്ചറുടെ ജീവിതത്തിലെ നാഴികക്കല്ലുകളായിരുന്നു. മായ ടീച്ചർ ഇപ്പോൾ ജോലി ചെയ്യുന്ന മരക്കാപ്പ് കടപ്പുറം സ്കൂളിലെ ഹെഡ്മാസ്റ്റർ രവീന്ദ്ര മാഷുടെ വാക്കുകളിലേക്ക്. തൻ്റെ സേവനം വിജയകരമായി പൂർത്തിയാക്കി പടിയിറങ്ങുന്ന മായ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മായ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വിദ്യാലയത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ഒരു അധ്യാപികയാണ് മായ ടീച്ചർ. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപികയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അവാർഡാണ് അത് നേടിയെടുക്കാൻ മായ ടീച്ചർക്ക് കഴിഞ്ഞത് ടീച്ചറുടെ സ്നേഹത്തോടെയും കരുണയോടെയും സത്യസന്ധതയോടെയുമുള്ള പ്രവർത്തനങ്ങളും കുട്ടികളോടുള്ള പരിഗണനയുമാണ്. ഓരോ കുട്ടിക്കും ടീച്ചർ ഒരമ്മയെ പോലെയായിരുന്നു. ടീച്ചറുടെ പ്രവർത്തനങ്ങൾ ക്ലാസ് തലത്തിലായാലും വിദ്യാലയ തലത്തിലാണെങ്കിലും അതിനപ്പുറമാണെങ്കിലും സ്തുത്യർഹമാണ് എന്ന് തന്നെ പറയാം. നമ്മുടെ വിദ്യാലയത്തിലെ ഏറ്റവും കുറവ് അവധിയെടുത്ത ടീച്ചർ മായ ടീച്ചറാണ്. താൻ അത്രയേറെ സ്നേഹിക്കുന്ന കുട്ടികളിൽ നിന്ന് പിരിഞ്ഞു നിൽക്കാൻ ഒരു ദിവസം പോലും കഴിയില്ല എന്നുള്ള ഒരു മനസ്ഥിതിയായിരിക്കാം ഈ അവധി കുറവിന് കാരണം എന്ന് ഞാൻ കരുതുന്നു. അക്കാദമിക തലത്തിലും അക്കാദമികേതര തലത്തിലും സത്യസന്ധതയോടുകൂടിയും കൃത്യനിഷ്ഠയോടുകൂടിയും തൻ്റെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന മായ ടീച്ചർ പേരിനെ അന്വർത്ഥമാക്കത്തക്ക രീതിയിലുള്ള ഒരു മായാജാലത്തിന്റെ ഉടമയാണ്. കാരണം പലപ്പോഴും ആ ക്ലാസ്സിലേക്ക് 3ാം ക്ലാസ്സിലേക്ക് കയറുമ്പോൾ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസ്, പ്രതികരണം, മായ ടീച്ചർ എത്രത്തോളം കുട്ടികളെ സ്നേഹിക്കുന്നു, എത്രത്തോളം അവർക്ക് പരിഗണന നൽകുന്നു എന്നുള്ളതിന് ഉള്ള ഉദാഹരണം നമുക്കവിടെ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഉപജില്ലാതലം, BRC തലം, വിദ്യാഭ്യാസ ജില്ലാതലം, ജില്ലാതലം, എല്ലാ തരത്തിലുമുള്ള ഈ കാര്യാലയങ്ങളിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്നതിൽ ടീച്ചർ കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ വളരെയധികം ശ്രദ്ധയും പുലർത്തിയിരുന്നു. കുട്ടികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ടീച്ചറാണ് നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. 3ാം ക്ലാസ്സിലെ ഒരു കുട്ടി പോലും ആവലാതിയുമായി ഹെഡ്മാസ്റ്റർ റൂമിൽ വന്നിട്ടില്ല. കാരണം അവർക്ക് എന്ത് ആവലാതികളും പരാതികളും അതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും ടീച്ചറോട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാരം അവിടെ ക്ലാസ് മുറിയിൽ തന്നെ കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു കഴിവ്, പ്രത്യേക കഴിവ് ടീച്ചർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ തങ്ങളുടെ അമ്മയെ പോലെ തന്നെയാണ് ടീച്ചറെ കരുതുന്നത്. എന്തായാലും
വിജയകരമായി സേവനകാലം പൂർത്തിയാക്കുകയും മെയ് 31-ാം തീയതി പടിയിറങ്ങുകയും ചെയ്യുന്ന ടീച്ചർക്ക് തൻ്റെ ഭാവി ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ശബ്ദം കുറഞ്ഞ സൗഹൃദ സംഭാഷണങ്ങളിലൂടെ തൻ്റെ സഹപ്രവർത്തകരെ ചേർത്ത് പിടിച്ച മായ ടീച്ചർ തൻ്റേതായ ശൈലിയിൽ സ്റ്റാഫ് റൂമിനെ ചലനാത്മകമാക്കി. സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യതയും കണിശതയും നിറഞ്ഞ ടീച്ചറുടെ ഇടപെടലുകൾ പ്രവർത്തനങ്ങളെ മികവുറ്റതാക്കി. അതിൽ നിന്ന് രൂപം കൊണ്ട പഠന പ്രവർത്തനങ്ങളാൽ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപികയായി മായ ടീച്ചർ മാറി. ടീച്ചറുടെ കണ്ണുകളുടെ ആഴത്തിനുള്ളിൽ പരശ്വതം വാത്സല്യപ്പൂക്കൾ നിറയുന്ന കാഴ്ചകളാണ്. മായ ടീച്ചർക്ക് ഒരു ഭാഷയേ ഉള്ളൂ, സ്നേഹം. ഒരു വികാരമേ ഉള്ളൂ, സ്നേഹം. ഒരു മതമേ ഉള്ളൂ, സ്നേഹം. ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, സ്നേഹം. എപ്പോഴും ഇരു കൈയും നീട്ടി നിൽക്കുന്നൊരു ആതിഥേയ ഭാവമാണ് ടീച്ചർക്കുള്ളത്. ടീച്ചറുടെ TTC കാലത്തെ സഹപാഠിയായ സുമ ടീച്ചറുടെ വാക്കുകളിലേക്ക്. 1992-ൽ ഞാനും മായ ടീച്ചറും SNDTയിൽ സഹപാഠികളായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടുപേരും ജോലി കിട്ടി 2 സ്ഥലത്ത്. കാസർഗോഡ് ജോലി കിട്ടിയപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പിന്നീട് ഞാൻ മരക്കാപ്പിലേക്ക് വന്നു. മായ ടീച്ചർ 2 വർഷം മുമ്പേ മരക്കാപ്പിലേക്ക് വന്നു. അതുകൊണ്ട് മായ ടീച്ചറുടെ ഒരു സഹപ്രവർത്തക എന്ന നിലയിൽ ജോലി ചെയ്യാൻ പറ്റിയത് അതിയായ സന്തോഷം. അതോടൊപ്പം വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന മായ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും. അതെ, ടീച്ചറുടെ സ്നേഹത്തിന് തെന്നലിൻ്റെ ശാന്തതയാണ്. സഹപ്രവർത്തകരുടെ മനസ്സിൽ ഓർമ്മയിൽ സൂക്ഷിക്കാൻ എന്നും ഒരു പിടി ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മായ ടീച്ചർ ഈ അക്ഷരപ്പുരയുടെ പടിയിറങ്ങുകയാണ്. GFHS മരക്കാ കടപ്പുറമെന്ന ഈ അക്ഷരഗോപുരത്തിന് കീഴിൽ കാറ്റായും മഴയായും തണലായും കുളിരായും കിനാവായും ഒരു കുഞ്ഞുറുമ്പിനെ പോലും നോവിക്കാതെ തഴുകിത്തലോടി നടന്ന മായ ടീച്ചറുടെ അധ്യാപക ജീവിതത്തിലെ ചുറുചുറുക്കിനെ കുറിച്ച് സ്കൂളിലെ സീനിയർ അസിസ്റ്റന്റ് കൂടിയായ സതീശൻ മാഷുടെ വാക്കുകളിലേക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട മായ ടീച്ചർ ദീർഘനാളത്തെ സർവീസിന് ശേഷം റിട്ടയർ ചെയ്യുകയാണ്. പാഠ്യേതര പ്രവർത്തനങ്ങളിലെ ആത്മാർത്ഥമായ സമീപനങ്ങൾ കൊണ്ടാണ് ടീച്ചർ ഞങ്ങളുടെയൊക്കെ പ്രിയങ്കരിയായി മാറിയത്. ഗാന്ധിയൻ മൂല്യങ്ങളിൽ അടിയുറച്ചു വിശ്വസിക്കുന്ന ടീച്ചർ സംഘടനാ പ്രവർത്തനങ്ങളിലായാലും വളരെ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാറുണ്ട്. നമ്മൾ വിദ്യാലയത്തിൽ നിന്ന് അവസാനമായി നടത്തിയ ഗൃഹസന്ദർശന പരിപാടിയിൽ ടീച്ചറിൻ്റെ ടീമിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പ്രായത്തെയും വെയിലിനെയുമൊക്കെ അവഗണിച്ചുകൊണ്ട് വളരെ ചുറുചുറുക്കോടുകൂടി ഓരോ വീടുകളും കയറി ഇറങ്ങുന്നതിൽ ഞങ്ങളെയൊക്കെ മുന്നിൽ നിന്ന് നയിച്ചത് ടീച്ചറായിരുന്നു. വിദ്യാലയത്തെയും കുട്ടികളെയും എത്രമാത്രം ടീച്ചർ സ്നേഹിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കുട്ടികളുടെ സ്നേഹനിധിയായ അധ്യാപിക പ്രിയപ്പെട്ട മായ ടീച്ചർ ഈ അക്ഷരപ്പുരയുടെ പടിയിറങ്ങുമ്പോൾ ടീച്ചർ വിദ്യ അഭ്യസിപ്പിച്ച കുട്ടികളുടെ ആശംസാമൊഴികളും പ്രാർത്ഥനകളും ടീച്ചർക്ക് യാത്രാമംഗളങ്ങളാവട്ടെ. ടീച്ചർ എവിടെ നിന്ന് പോയാലും ഈ വിളക്കുകളെല്ലാം തെളിഞ്ഞുകൊണ്ടേയിരിക്കും. ഓരോ മുഖവും ഓരോ വിളക്കാണെന്ന് ടീച്ചർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രകാശമെന്നും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. മായ ടീച്ചർ പടിയിറങ്ങുകയാണ്. മായ ടീച്ചർ യാത്ര തുടരുകയാണ്. മായ ടീച്ചറുടെ ജീവിതം പാഠപുസ്തകത്തിലെ വരികളിലായിരുന്നില്ല. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശമെന്ന് നിശബ്ദമായി പറയുന്ന പ്രകാശമായിരുന്നു അത്. മായ ടീച്ചർ ഒരു പേര് മാത്രമല്ല,
അതൊരു നിശബ്ദ കവിത കൂടിയാണ്. കാലം വായിച്ചു കൊണ്ടിരിക്കുന്ന അനശ്വര ഗാനം. മായ ടീച്ചർ പടിയിറങ്ങുകയാണ്. മായ ടീച്ചർ യാത്ര തുടരുകയാണ്. സ്നേഹപൂർവം മായ ടീച്ചർക്ക്. മനുഷ്യബന്ധങ്ങൾക്ക് എന്തുറപ്പാണുള്ളത്? എപ്പോൾ തുടങ്ങുമെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ അറിയാതെ ഓരോ കാലത്തും ഓരോ മനുഷ്യർ കയറി വരുന്നു. പഴയ മനുഷ്യർ ഇറങ്ങിപ്പോകുന്നു. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരാൾ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ, നമ്മുടെ ചര്യകളിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളിൽ നിന്ന് അവരെന്തെല്ലാം കൊണ്ടുപോകുന്നുണ്ടെന്ന്? മനുഷ്യരെല്ലാം ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാലും, നമ്മുടെ ചര്യകളിൽ നിന്ന് ഇറങ്ങിപ്പോയാലും ഓർമ്മകളിൽ നിന്നും ഇറങ്ങിപ്പോകുന്നില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. ജീവിതം സുന്ദരമാവട്ടെ, വേനൽക്കാലത്തെ പൂക്കളെ പോലെ. ഇനിയുള്ള കാലവും സുന്ദരമാവട്ടെ, ശരത്കാലത്തെ പഴുക്കില പോലെ. നന്ദി, നന്ദി മായ ടീച്ചർ, നന്ദി. വാടാതെ ഞെട്ടറ്റ് വീണോരാ പൂവിൻ്റെ പൂമനം പതിയെ തുറന്നു നോക്കൂ. വേരറുത്തകലുന്ന വേളയിൽ പിടയുന്ന നോവിൻ്റെ വേവൊന്നു കൊണ്ടു നോക്കൂ. നോവിൻ്റെ വേവൊന്നു കൊണ്ടു നോക്കൂ. പൂച്ചെപ്പിനുള്ളിലെ സങ്കട പെരുമഴ കണ്ട കണ്ണൊക്കെ കരഞ്ഞു വറ്റി. വഴി പിരിഞ്ഞകലവേ പിരിയുന്ന ബന്ധുര ചിന്തയെ നോക്കിയ പൂവിതും